രസമുണ്ട് കേട്ടോ. നിറച്ച് പ്രാവുകളും പിന്നെ അതിൻ്റെ അപ്പുറത്ത് മീനും, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. നമുക്ക് വലിയ വലിയ മീൻ കേട്ടോ അതിനകത്ത് കാണാൻ പറ്റത്തോട്ടോ. അതോ കേട്ടോ കണ്ടോ, നമുക്ക് കുത്തിമറിയാണ്. എന്ത് രസമാണ് കാണാൻ. മീനുണ്ട് വായൊക്കെ തുറന്നിങ്ങനെ പൊരി തിന്നാനായിട്ട് ഇങ്ങനെ പൊരി തിന്നണോക്ക്. എല്ലാ വർഷത്തിലും നടക്കുന്ന ഉത്സവമാണ് പൈങ്കിനി ഉത്രം ഉത്സവം കേട്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ. ശരിക്കും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നല്ല എപ്പോഴും തിരക്കാണ്. കൂടുതലും പുറത്തുള്ള ആൾക്കാരാണ്, അതായത് വിദേശികളും പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും. നകുലൻ തിരുവിതാംകൂർ രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രമുഖ വാർഷിക ഉത്സവങ്ങളിലൊന്നാണ് പൈങ്കിനി ഉത്രം. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുള്ള ഈ ക്ഷേത്രം പഴയ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. 10 ദിവസത്തെ വിപുലമായ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ആരംഭം സൂചിപ്പിക്കുന്ന കൊടിയേറ്റ് ആചാരമായ പതാക ഉയർത്തൽ എന്നിവയോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പൈങ്കുനിയിൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കൻ കവാടത്തിൽ പാണ്ഡവരുടെയും മഹാഭാരതത്തിലെ പാണ്ഡുവിൻ്റെ 5 പുത്രന്മാരുടെയും കൂറ്റൻ ഫൈബർ ഗ്ലാസ് രൂപങ്ങൾ സ്ഥാപിക്കുന്നു. ഉത്സവത്തിൻ്റെ പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമായി ഈ രൂപങ്ങൾ മഴദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും പ്രത്യേക ആചാരങ്ങളും വഴിപാടുകളും കൊണ്ട് സവിശേഷത പുലർത്തുന്നു. പൈങ്കുനിയുടെ പ്രധാന ആകർഷങ്ങളിലൊന്നാണ് 9-ാം ദിവസം ഫോർട്ട് ഏരിയയിലെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന് സമീപം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ തലവൻ നടത്തുന്ന പള്ളിവേട്ട ആചാരം. കാലങ്ങളായി നിലനിർത്തി വരുന്ന രാജകീയ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക വേട്ടയാണിത്. ആറാട്ട് ഘോഷയാത്രയോടെയാണ് ഉത്സവം അവസാനിക്കുന്നത്. ആചാരപരമായി വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നതിനായി ശംഖുമുഖം ബീച്ചിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മഹത്തായ പരിപാടിയാണിത്. രാജാവ് ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പുരുഷന്മാർ ദേവതകളെ അനുഗമിക്കുന്ന ഈ ഘോഷയാത്ര ഭക്തിയുടെയും ഗാംഭീര്യത്തിൻ്റെയും ഒരു കാഴ്ച തന്നെയാണ്. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന രാജകുടുംബാംഗങ്ങളുടെ കാഴ്ച ഉത്സവത്തിന് സവിശേഷമായ ഒരു ആകർഷണീയതയും ചരിത്രപരമായ തുടർച്ചയും നൽകുന്നു. ഇത് കേരളത്തിലെ ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയാക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവം ആത്മീയത, പാരമ്പര്യം, രാജകീയ പൈതൃകം എന്നിവയുടെ മിശ്രിതമാണ്. ഭക്തരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ മഹത്വം കാണാനും സമ്പന്നമായ സാംസ്കാരിക ആചാരങ്ങളിൽ പങ്കെടുക്കുവാനും ഇത് സഹായിക്കുന്നു.
തർമ്മർക്കല്ലേ തർമ്മർക്കും പത്മനാഭസ്വാമി പത്മസ്വാമി മുമ്പ് കാല് മേലെ കാല് പൊട്ട് ഒരേ ആളാണ് കാലുമേ കാല പൊട്ട് ഓ ധർമ്മൻ ധർമ്മൻ മറ്റേ സ്ഥലത്തും അകത്ത് കെട്ടച്ചു പരപ്പനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടകളാണേ. നല്ല തിരക്കുണ്ട് കേട്ടോ, ഉത്സവമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിറച്ചിങ്ങനെ പൊരി കിടപ്പുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പൊരി കിടക്കുന്നു. മീനിന് കഴിച്ച് മതിയായെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങോട്ട് കയറി എടുക്കാൻ പറ്റില്ല. പ്രാവൊക്കെ പോയെന്ന് തോന്നുന്നു. ഒരുപാട് പ്രാവുണ്ടായിരുന്നു നേരത്തെ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ടാ, ഭയങ്കര രസമാണ്. ഈ സൈഡിലൊക്കെ കാണുന്ന മഹാ ചിപ്സിൻ്റെ കടയും പിന്നെ അതിൻ്റെ തൊട്ട് മറ്റേ നമ്മുടെ വാസുദേവ വിലാസം ആര്യവൈദ്യശാല ഹോസ്പിറ്റലാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഹോസ്പിറ്റലാണ്. അതാണ് ആ കാണുന്നതാണ് മേത്തമ്മണി. അത്
കാണുന്നത് ബാലകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഗണപതി കോവിലുണ്ട്, ആലും ഒക്കെ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്, കിഴക്കേ നടയിലാണേ. ഇതൊക്കെ എന്ത് മനോഹരമാണെന്ന് കാണുന്ന കാഴ്ച. ഇത് ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് ഇത്. ഈ രണ്ട് സൈഡിലും നിറയെ കടകളുണ്ട് കേട്ടോ. കൂടുതൽ ആളുകളും ഷോപ്പിങ്ങിനായിട്ട് വരുന്ന ഏരിയ ആണിത്, ഈ സ്ട്രീറ്റെല്ലാം. ഉണ്ടോ ഉണ്ടോ ഇതെല്ലാം 20 രൂപയാണേ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വിൽക്കുന്നതാണ്. മുരിങ്ങയ്ക്ക എല്ലാം 20 രൂപയല്ലേ? എല്ലാം 20 രൂപയാ? എല്ലാം 20 രൂപയുള്ളൂ. പാവയ്ക്ക് 20 ആണോ? പാവയ്ക്ക് 30. ഏത്തങ്കായ? ഏത്ത 30. മറ്റുള്ള എല്ലാം 20 അല്ലേ? ആ 20. ആ ആ ഓറഞ്ച് കനകാമ്പരം ഒരിടത്ത് കാണാനില്ല. ഇത് 2 പങ്ക് 50. ഒരു മുള 50. ഇവിടെ ഇത് പൂജ വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. അമ്പലത്തിൽ പോയാ? കുഞ്ഞു കല്ലായിരുന്നാ? ആ അല്ല, ഇത് ചെറുതായിരുന്നോ? അതെങ്ങനെ വലുതായതപ്പം? ഓ, വലുതായതാണോ? ആ ആ അത് ശരി. ഒരു സൈഡല്ലേ? ഈ സൈഡാണെന്ന് തോന്നുന്നു കാള. ഇത് ആന. ആ ആന ആന. ആ ശരിയാണ് കേട്ടോ. ആ ശരിയാണ്. ഈ സൈഡ് ആനയും ഈ സൈഡ് കാളയും. ആ ശരിയാണ്, അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ. വലുതായതാണല്ലേ? ആ വളർച്ചയുണ്ടല്ലേ? വളർച്ചയുണ്ടെന്ന് കേട്ടോ ശില്പത്തിൽ. കുപ്പിവള, നല്ല നല്ല കുപ്പിവള. പത്മതീർത്ഥ ശിവപാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചുറ്റിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഒക്കെ കാണുന്നത് പത്മനാഭൻ്റെ മുഖമാണ് കേട്ടോ. ആ ഒരു കാഴ്ച ഒരു കണ്ണിന് ഭയങ്കര കുളിർമ കിട്ടുന്ന ഒന്ന് തന്നെയാണ്.